മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അല്ലു അർജുന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ അവർ പറയുന്നുണ്ടായിരുന്നു സൺ പിക്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു അനൗൺസ്മെന്റ് വരുമെന്ന്. അപ്പം അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. അഡ്ലി അല്ലു അർജുൻ കോമ്പിനേഷനിൽ വരുന്ന സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമേരിക്കയിൽ പോയി, അതായത് ഒരു VFX കമ്പനിയായിട്ട് അവർ കൊളാബ് ചെയ്യുന്ന രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. ലോല VFX എന്ന് പറഞ്ഞൊരു അവിടുത്തെ വലിയൊരു കമ്പനിയാണ്. അവരിപ്പം അതിൽ കൂടുതലായിട്ടും അവർ VFX ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ക്രീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഇവരവിടെ ചെല്ലുമ്പം തന്നെ കുറേ കാര്യങ്ങൾ അല്ലു അർജുനും അഡ്ലിയും അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്ത വർക്ക്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കത് നേരിട്ട് കാണുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കാണുമ്പം അത് ശരിക്കും ഒറിജിനലായിട്ട് ഭയങ്കര ഫീലാണ് നമുക്ക് ചെയ്യുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അല്ലു അർജുനൊക്കെ അത് എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്, കയ്യിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അത്ര ഭയങ്കര പെർഫെക്ഷനായിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഈ ഒരു VFX ആ ഒരു കമ്പനി ആണെങ്കിൽ അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ വരുന്നുണ്ട്, അഡ്ലിയാണ് അതുപോലെ തന്നെ അല്ലു അർജുൻ ആണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ആകെയും വിചാരിച്ചത് ഇതൊരു ആക്ഷൻ പടം ആയിരിക്കും എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇത്രയും വലിയൊരു ഗ്രാൻഡായിട്ടുള്ളൊരു സാധനമായിരിക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ അറിയാം വരാൻ പോകുന്നത് ചെറിയ സംഭവമൊന്നുമല്ല, വേറെ റേഞ്ചിലുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ ഈ ഒരു VFX കമ്പനി, അതായത് ഈ ഒരു VFX വർക്ക് ചെയ്യുന്നവരോട് അല്ലു അർജുൻ എടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, അതായത് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അൺബിലീവബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരങ്ങനെ പറയണമെങ്കിൽ അവർ എത്രയോ സിനിമകൾ അവിടുത്തെ പടമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവരങ്ങനെ തോന്നി അങ്ങനെ പറയണമെങ്കിൽ ഒന്ന് ഓർത്തോണം ഇത് എന്തോരം ലെവലിലുള്ള സാധനമായിരിക്കുമെന്ന്. പിന്നെ ഇതുപോലെ അല്ലു അർജുൻ്റെ ഒരു ക്യാരക്ടർ അപ്പം ഇതുപോലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ ക്യാപ്റ്റൻ സിനിമയ്ക്കകത്ത് ആര്യയുടെയൊക്കെ ഒരു ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ സിനിമയിലോട്ട് നമ്മൾ വരുന്നില്ല, ആ ഒരു ക്യാരക്ടർ പോലത്തെ ഒരു സംഭവമായിരിക്കും. പുള്ളി ഇങ്ങനെ ഇതുപോലത്തെ സംഭവത്തിനൊക്കെ ഇങ്ങനെ കൊല്ലുന്നതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനമായിരിക്കും. എന്തായാലും ഹെവി ഡോസ് കൂടി ഒരു സാധനമാണ് വരുന്നത്. പിന്നെ അല്ലു അർജുൻ്റെ ഇങ്ങനെ ഒരു അലർന്ന പോലൊരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഞെട്ടാൻ പോവുകയാണ്. അല്ലു അർജുൻ്റെ ഇത്രയും വലിയൊരു വെറൈറ്റി പടം വരാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇത്രയും വലിയൊരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അഡ്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കഥയാണെങ്കിൽ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവൻ ശരിക്കും അറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും നമുക്ക് ഈ സിനിമ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.